അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ ആഖിറിലെ മനോഹരമായൊരു വെള്ളിയാഴ്ച രാവ്. ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷമാണല്ലേ. മുത്തുനബിയുടെ തിരുനോട്ടം ആഗ്രഹിക്കാത്ത ആരുള്ളത് ഈ കൂട്ടത്തിൽ? എല്ലാവർക്കും വേണ്ടത് ഹബീബിൻ്റെ തിരുനോട്ടാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽ പ്രഗത്ഭരായ ഔലിയാക്കളുടെ നേതാവായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർഗരെ ഏറെ സ്മരിക്കുന്നൊരു മാസത്തിലും കൂടെ നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്ത് തരുമാറാകട്ടെ. ഞാനിന്ന് ഈ മജ്ലിസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു സഹോദരി വിളിച്ച് ഭയങ്കര കരച്ചിലാണ്. ഉസ്താദേ, എൻ്റെ കുടുംബത്തിൽ സമാധാനമല്ല ഉസ്താദേ, സന്തോഷമല്ല ഉസ്താദേ, ഭർത്താവിന് ഒരു സ്നേഹമില്ല. എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, എനിക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്, പക്ഷെ അതിലേക്കാളൊക്കെ ഉപരി ഞാൻ വെറൊരു അടിമയാണ് ഉസ്താദേ, വെറൊരു അടിമയാണ്. ഒരിക്കലും അങ്ങനെ ആകരുത് കേട്ടോ. അവൾ നമ്മുടെ അടിമയാണോ? അല്ലല്ലോ. രണ്ടു പേർക്കും തുല്യമായ അവകാശമാണുള്ളത്, തുല്യ നീതിയാണുള്ളത്. ഞാൻ ആണാണ്, ഞാൻ ഭർത്താവാണ്, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റൊന്നും ഇസ്ലാമിലില്ല. രണ്ടുപേരും പരിഗണിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവും ബഹുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പരസ്പര ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. കൂട്ടുകാരോട് വർത്തമാനം പറയാൻ എല്ലാവർക്കും നേരമുണ്ട്, ഭാര്യയോട് വർത്തമാനം പറയാൻ നേരമില്ല. അപ്പോൾ എന്ത് ജീവിതമാണോ അത്? ആ ജീവിതത്തിന് എന്ത് രസമുള്ളത്? അപ്പോൾ നല്ല റാഹത്തായ ജീവിതം നമുക്ക് ആസ്വദിക്കണം അല്ലേ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ജീവിതം റാഹത്താകാൻ വേണ്ടി വദൂദായ റബ്ബിനൊന്ന് വിളിച്ചാലോ? 114 തവണ മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലിക്കേ. യാ വദൂദു യാ അല്ലാഹ്, 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 യാ വദൂദു യാ
ودود يا الله يا 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 ربنا ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനം തരണേ റബ്ബേ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്ത് നൽകണേ അല്ലാ നീ കൈപിടിക്കണേ തമ്പുരാനേ ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങൾക്കും സന്താനങ്ങൾക്കും പടച്ചവനെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇടയിൽ നീ ഐക്യം നിലനിർത്തണേ അല്ലാ ആരുടെയെങ്കിലും മനസ്സിൽ ഛിദ്രതയുണ്ടെങ്കിൽ അവരെയും നീ നന്നാക്കണേ തമ്പുരാനേ ഈ രാവിൻ്റെ ബർക്കത്തുണ്ട് വരുന്ന വെള്ളിയാഴ്ചയുടെ പകലിൻ്റെ ബർക്കത്തുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും സമാധാനം തരട്ടെ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മാസല്ലേ അവിടുത്തെ മദ്ഹൽപ്പം ചൊല്ലണ്ടേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ يا جنود الذاكرين يا شهود الحاضرين أكثروا ذكرا مبينا لدليل الطالبين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أن تقولوا يا ملاذ واسع الفضل المعاذ منكم لنا نفاذ كلنا عونا معينا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أنت حقا محي الدين أنت قطب باليقين أنت غوث كل حين فادفع عنا حنينا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أنت غوث الثقلين أنت زين الحرمين ومنير المالوين اجعلنا مقبلين الله الله
الله الله حسبنا الله نحمد الله نشكر الله ذلك فضل من الله أنت أتقى الأتقياء أنت أسفى الأسفياء سرت تاج الأولياء آتنا فتحا مبينا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أنت مبدئ النوادر مظهر ما في الضمائر مخبر ما في السرائر رحمة الدنيا ودينا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله يا حفيد الحسنين يا كريم الطرفين يا نجيب الأبوين كلنا حرزا كميلا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله كلنا كهفا منيعا عن بليات جميعا في خطيئات وسيعة من عطيات تفينا الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أنزل الله سلاما مع صلوات دواما للذي غدا ختاما لجميع المرسلين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله أحمد والآل أسرى والأولى اختشوه نسرا مع من اقتفوه إثرا والفريق النائبين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله وعفى عن سامعين مدحكم والصانعين طعمهم والحاضرين ها هنا والذاكرين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله ജിലാനി തങ്ങളുടെ മദദ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ് അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ തമ്പുരാനേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് സ്വഭാവൽ ഹൈറിൽ പഠിച്ച ഒരു ദിക്റുണ്ടല്ലോ ഏതാണ് ആ ദിക്ർ അല്ലെ മരിക്കുവോളം പ്രയാസങ്ങളില്ലാതിരിക്കാൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുനിയാവ് നമ്മളെ തേടി വരുമെന്ന് പുണ്യ നബി പഠിപ്പിച്ച ആ ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാൽ ഒരു 33 തവണ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ ഒരുപാട് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഒരിക്കലും അവർക്ക് മറ്റുള്ളവരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ലേ പടച്ചോനെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബി ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തമ്പുരാനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله أرحم الراحمين يا ربي ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും നാളെ ആഖിറത്തും ഞങ്ങൾക്കൊരു പ്രയാസവും നീ നൽകല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സമാധാനം നൽകണേ അല്ലാ. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ ഒരുത്തന്റെ മുമ്പിലും ഇരക്കേണ്ട ഒരവസ്ഥ നീ നൽകല്ലേ അല്ലാ. വെള്ളിയാഴ്ച രാവാണല്ലേ, വെള്ളിയാഴ്ച രാവും പകലും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ സ്വലാത്തുകൾ കണ്ടിരിക്കുന്ന നിമിഷമാണ്. ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. മുത്തുനബിയുടെ 2 വരി സ്വലാത്തും കൂടെ ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം أنت غفار الخطايا والذنوب الموبقات
ميقاتي صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم علم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ മനസ്സറിഞ്ഞ ആമീൻ പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ എത്രയെത്ര ദുആ വസിയ്യത്തുകളാണ് അല്ലാഹ് എല്ലാ ദുആ വസിയ്യത്തുകളും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ഇണകളെ നന്നാക്കണേ അല്ലാഹ് മദ്യപാനികളുണ്ട് നേർവഴിയിലാക്കണേ അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് പഠനങ്ങളിൽ മറ്റു വിഷയങ്ങളിൽ ജോലിയിൽ ഏതു മേഖലയിലാണോ അവരുള്ളത് അവിടെ നീ പുരോഗതിയിലാക്കണേ അല്ലാഹ് വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നീ നൽകണേ തമ്പുരാനെ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ കബൂൽ ചെയ്യണേ അല്ലാഹ് ഖായിബാക്കല്ലേ അല്ലാഹ് നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ് നിന്റെ ഔലിയാക്കളല്ലാതെ വസീലയില്ല അല്ലാഹ് സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ മദദ് തരണേ അല്ലാഹ് നദുറ നൽകണേ അല്ലാഹ് തിരുനോട്ടം നൽകണേ അല്ലാഹ് അവിടുത്തെ കാവലേകണേ അല്ലാഹ് അവിടുത്തെ കാവലേകണേ അല്ലാഹ് യാ റബ്ബനാ യാ റബ്ബനാ നീ കൈവെടിഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ് നീ കൈവെടിഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ് സങ്കടങ്ങളേറെയുണ്ട് ഖൽബ് പൊട്ടുകയാണ് തമ്പുരാനെ കുടുംബത്തെക്കുറിച്ചോർത്ത് മക്കളെക്കുറിച്ചോർത്ത് കടം വിഷയങ്ങളെക്കുറിച്ചോർത്ത് അസുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് ഈ സദസ്സിലിരിക്കുന്നവരുണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാഹ് അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാഹ് പടച്ചവനെ ജീവിതത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ് കടങ്ങളേറ്റെടുക്കണേ അല്ലാഹ് ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ് മദീനയുടെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ് ഈ സദസ്സിലേക്ക് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാഹ് ഞങ്ങളെയും വിട പറഞ്ഞവരെയും നാളെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം പറയട്ടെ, പലരും പറഞ്ഞു ഉസ്താദെ ബാങ്ക് വിളിക്കുന്നു എന്ന്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ബാങ്ക് കേൾക്കൂല, ഇവിടെ ബാങ്ക് ഇച്ചിരി വൈകിയാണ്.
അപ്പോൾ നമ്മുടെ കേരളവും ഇതുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ബാങ്ക് വിളിക്കണ സമയത്ത് എന്ത് ചെയ്യുക, വോളിയം കുറച്ച് വെക്കുക. എന്നിട്ട് ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വോളിയം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയത് കമൻറ്റ് ചെയ്യേണ്ടതില്ല, കാരണം ഇവിടെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ കേൾക്കുകയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.